സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വിറ്റ്സർലൻഡിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇടാമെന്ന് പറഞ്ഞെന്നുണ്ടെങ്കിലും ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്ക് കയറി വന്നതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇത് ഞങ്ങൾ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞില്ലേ, സൂറിക്കിൽ ഞങ്ങൾ താമസിച്ച സ്ഥലം. അതിൻ്റെ ഫ്രണ്ടിൽ ഞാനൊരു ഗ്രൗണ്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു, അവിടെ ഒരു മാച്ച് നടന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. എനിവേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ലിൻ ചോക്ലേറ്റ് ഫാക്ടറിയിൽ പോയതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഞങ്ങൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് ഡയമൻറ്റിക്കൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. പോണ വഴിയെല്ലാം വളരെ ഭംഗിയാണ്, കാണാൻ തന്നെ നല്ല രസമാണ്. നമ്മൾ കണ്ടേച്ചിരിക്കും ഒരുപാട് നേരം, പക്ഷേ ഒത്തിരി സമയം എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ, വീഡിയോകൾ പോകും. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ലഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ദൂരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബർഗർ കിങ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാമല്ലോ എല്ലാവർക്കും, അവിടെ കയറി ഞങ്ങളുടെ ലഞ്ചെല്ലാം കഴിച്ച് ഞങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. ഈ പോണ വഴിക്കെല്ലാം സൈഡുകളിലായിട്ട് നമുക്ക് നല്ല നല്ല ഈ ലേക്കുകൾ കാണാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അതാണല്ലോ, കാരണം ഈ മലകളിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം, ഈ വെള്ളച്ചാട്ടങ്ങളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഇഷ്ടം പോലെ ഉണ്ട്. അത് കാണാനും നല്ല ഭംഗിയാണ്, ഒന്നും ഒരഴുക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇനിയിപ്പോൾ പതുക്കെ അതേ ഹില്ലി ഏരിയകളിലേക്ക് ആയി തുടങ്ങി. ഇതേ ഗ്രാമങ്ങളാണ്, ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളുണ്ട്, അതായത് അതിർത്തികളില്ലാത്ത ഗ്രാമങ്ങളാണ് സ്വിറ്റ്സർലൻഡിലെല്ലാം. അങ്ങനെ ഗ്രാമങ്ങളെല്ലാം താണ്ടി നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. നമ്മൾ നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അന്ന് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ, അതായത് വെളുപ്പിന് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ പശുവിൻ്റെ കഴുത്തിലെ ബെല്ലിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞങ്ങളെല്ലാവരും എണീക്കണത്. ഒരു ചെറിയ മഴയും ഈ പശുവിൻ്റെ കഴുത്തിലെ ബെല്ലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഈ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ യാത്ര തുടർന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് എവിടേക്കാണെന്നറിയാമോ? ഇൻ്റർലാക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ്. ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ലേക്കും അതുപോലെ തന്നെ ഒരു പള്ളി, പാരഗ്ലൈഡ്, അങ്ങനെ എല്ലാം കൂടി കൂടിയിട്ട് ആ ഒരു പ്രദേശം ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. മെയിൻ എന്ന് പറയുന്നത് ഈ ലേക്ക് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ കണ്ട ഈ മരങ്ങളൊക്കെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മരങ്ങളൊക്കെ ഈ തണുപ്പ് സമയമായപ്പോൾ അതുങ്ങളുടെ ഇലയൊക്കെ പൊഴിച്ചിങ്ങനെ ഇടുന്ന സമയമാണ്, ചെടികളൊക്കെ വാടിത്തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അവിടെ ഭയങ്കര ക്ലീനിങ് നടക്കുകയാണ് ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴേക്കും എല്ലാ കൂട്ടമൊക്കെ വെച്ച് നല്ല നല്ല തുലിപ്പാണ് ഇനിയിപ്പോൾ അവർ വെക്കണത്. ഇനി അടുത്ത സീസൺ തുലിപ്പാണ്. ഞങ്ങളൊരു 10 വർഷം മുമ്പ് ചെല്ലുമ്പോൾ കംപ്ലീറ്റ് തുലിപ്പായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് നല്ല രസമായിരിക്കും. അപ്പോൾ അതിൻ്റെ പണികൾ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ലേക്ക് ഒന്നും കൂടിയും ഇതായിട്ട് കാണാം. ഈ ലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമുണ്ട്. നമ്മളെവിടെയും ഈ ഔട്ട് സൈഡിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ ലേക്കിൽ ഇതുപോലത്തെ സ്വാനുകൾ ഇഷ്ടംപോലെ അതികടെ ഇങ്ങനെ നടക്കുന്നുണ്ടാവും. അതുങ്ങളെയും കാണാനായിട്ടുള്ള പ്രത്യേക ഒരു ഭംഗിയുണ്ട്. അതുങ്ങളുടെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. ലേക്കിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. ഈ ലേക്ക് കണ്ടോ നിങ്ങൾ, എല്ലാത്തിൻ്റെയും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ബ്രിഡ്ജുകളുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ചെന്ന് കണ്ട വാതോരാതെ നമുക്ക് സംസാരിക്കാവുന്ന ഒറ്റ കാര്യമാണ് അവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ ഓരോ കാര്യങ്ങൾ സൂക്ഷിക്കണത്. ഇനി നമ്മൾ വിസിറ്റേഴ്സൊക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ട്രാവൽ ചെയ്യാനായിട്ട് ട്രെയിനിൻ്റെ സൗകര്യമുണ്ട്. അപ്പോൾ സാധാരണ ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഇതുപോലെ ട്രെയിനാണ് പോയത്. മണിക്കൂറുകളോളം യാത്ര ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ഈ ട്രെയിൻ തന്നെയാണ് കേട്ടോ സൗകര്യം. ഇതിനോട് ചേർന്നുള്ളൊരു ഹോട്ടലാണ്, അതായത് ഈ ലേക്കിനോട് ചേർന്നുള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനും ഇതിൻ്റെ പിക്ചർ കാണിച്ചു തരാനായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഒരു 10 വർഷം മുമ്പ് ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അന്ന് ഞങ്ങളുടെ ഫാമിലിയും അതുപോലെ തന്നെ സൂസൻ, എൻ്റെ ഫ്രണ്ടായ സൂസനും അവരുടെ ഫാമിലിയിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ കേട്ടിരിക്കണം, നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കണുണ്ടാവും. ഞാൻ വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്, പഴയകാല ഓർമ്മകളൊന്ന് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒന്ന് ഉണർത്തിയെടുത്തു, അത്രേ ഉള്ളൂ. അത് നിങ്ങളുമായിട്ട് ഞാനൊന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നിങ്ങൾ കണ്ടോട്ടോ, ആ കാണുന്ന മലയിൽ, അതായത് അതിൻ്റെ ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ട്രാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് 10-25 പേര് കൊള്ളും ആ ഒരു ട്രാമിൻ്റെ അകത്ത്. അതിൻ്റെ മുകളിൽ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് പോവാം. അവിടെ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. സ്വിറ്റ്സർലൻഡിൻ്റെ ഒരുവിധപ്പെട്ട ഭാഗങ്ങളെല്ലാം ആ ഏരിയയിലുള്ള കുറേ ഭാഗങ്ങൾ നമുക്ക് അവിടെ നിന്നിട്ട് കാണാൻ പറ്റും. വളരെ ഭംഗിയാണത് കാണാനായിട്ട്. ഞങ്ങളൊരു പ്രാവശ്യം കയറി അത് കണ്ടതേക്കണതുകൊണ്ട് ഞങ്ങൾക്ക് പോകാനായിട്ട് വലിയൊരു താല്പര്യം ഉണ്ടായില്ല. പിന്നെ പിള്ളേർ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ മടിച്ചു, പോകണ്ടെന്ന് വിചാരിച്ചു.
ഇനി നമ്മൾ ഈ ഹോട്ടലിൽ ചെന്ന് താമസിക്കുമ്പോഴേ എപ്പോഴും നമ്മളെ വിളിച്ചുണർത്തുന്ന ഒരു ബെല്ലുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാ ഒരു പള്ളിയുടെ മണിയല്ലേ കേൾക്കണേ, ഇത് മണിയുടെ കൂട്ടത്തിൽ തന്നെ ഒരു നല്ല മ്യൂസിക്കും കൂടി ചേർന്നിട്ടാണ് ഓരോ ഹാഫ് ആൻ അവറിലും ഈ ബെല്ലിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ നമുക്കിങ്ങനെ കാല് തുടങ്ങിയേ നമുക്കങ്ങ് തിരിച്ചു തുടങ്ങും. അത്രയ്ക്കും നല്ലൊരു പള്ളിയാണിത്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു റോഡ് ക്രോസ് ചെയ്ത് വെച്ചാൽ അത് റോഡിൻ്റെ അങ്ങേശം ഇങ്ങേശമായിട്ടാണ്, ഹോട്ടൽ ഇങ്ങേശം പള്ളി അങ്ങേ സൈഡിലായിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ പള്ളിയിൽ കയറി. ഇത് മാതാവിൻ്റെ ഒരു രൂപമാണത്. ഒരു വുഡൻ പീസിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി തോന്നും. ഈ പള്ളി നിൽക്കുന്ന സെയിം കോമ്പൗണ്ടിൽ തന്നെ വേറൊരു പള്ളിയും അവിടെ ഉണ്ട്. അത് ഏത് പള്ളിയാണെന്നൊന്നും നമുക്ക് മനസ്സിലായില്ല. പക്ഷേ ഒരു കോമ്പൗണ്ടിൽ തന്നെ 2 പള്ളിയാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ആ ചെറിയ പള്ളിയാണ് നമുക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. നമ്മൾ 2 പള്ളിയിലും കയറി. കാലങ്ങൾ ഒരുപാട് മുമ്പോട്ട് പോയി. നമ്മൾ നേരത്തെ വന്നിരുന്ന ആ സ്ഥലം എല്ലാം മാറിപ്പോയി. അവിടെ വെച്ചിരുന്ന നല്ല നല്ല ചെടികളെല്ലാം വളർന്ന് വലിയ വലിയ മരങ്ങളായിട്ട് മാറി. അതുകൊണ്ട് ആദ്യം ആ സ്ഥലം അത്ര പെട്ടെന്ന് നമുക്ക് ഇതാണ് എന്ന് പറയാനായിട്ട് തോന്നിയില്ലായിരുന്നു. ഇനി നമ്മൾ പതുക്കെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് കാഴ്ചകളും കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഈ ഒരു സമയം എന്ന് പറയണത് സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മഴയുണ്ടാവും. മിക്കവാറൊക്കെ തന്നെ മഴക്കാറുണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയ മഴകൾ ഞങ്ങൾക്കും കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ കുടയൊക്കെ ആയിട്ട് റെഡി ആയിട്ടാണ് പോയത്. വണ്ടിയിൽ ഞങ്ങൾ കുട കരുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, നമ്മൾ ഈ റോഡിൻ്റെ ഈ സൈഡങ്ങ് വഴി പോകുമ്പോൾ തന്നെ നമുക്ക് സൈഡുകളിലായിട്ട് നല്ല വെള്ളത്തിൻ്റെ നല്ല തടാകങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. അത് എത്ര കണ്ടാലും നമുക്ക് എന്തോ പറഞ്ഞാലും എനിക്കും തീരണില്ല, കണ്ടാലും നമുക്ക് കൊതി മാറില്ല. അങ്ങനെ ഇന്നത്തെ യാത്ര പെട്ടെന്ന് പറഞ്ഞ് തീർക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. കേബിൾ കാർ നിറച്ച് കാണാമല്ലോ നിങ്ങൾക്ക്. ഇതെന്താണെന്ന് തുടങ്ങി സ്കീ നടക്കുന്ന സ്ഥലമാണിത്. അപ്പം ഇവിടെ ഒരു മഞ്ഞ് മൂടുന്ന സമയത്ത് ഈ പ്രദേശം മുഴുവൻ മഞ്ഞിൽ ഇങ്ങനെ കുളിച്ച് കിടക്കാതിരിക്കും. അപ്പം സ്കീ നടത്തി താഴേക്ക് വരുന്ന ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ കേബിൾ കാർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് നല്ല മഴ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പിള്ളേർ കണ്ടോ കുടയും റെയിൻകോട്ടും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഇതൊരു ഗ്രാമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കാൻ പാടില്ലേ? പശുക്കൾ അവിടെ, അതായത് മേഞ്ഞ് നടക്കുന്ന പശുക്കളുടെ കഴുത്തിൽ മണി അനങ്ങുമ്പോൾ കിട്ടുന്ന ഒരു മ്യൂസിക്കാണത്. ഒരു കാര്യം പറയാതെ നിവൃത്തിയില്ല കേട്ടോ. സ്വിറ്റ്സർലൻഡിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ നോക്കണം എങ്ങോട്ട് നോക്കണം എന്ന് നമുക്കറിയില്ല. എവിടെ നോക്കിയാലും പ്രകൃതി ഭംഗി തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പറ്റുന്നവരൊക്കെ വന്ന് കാണണം കേട്ടോ. എത്ര കണ്ടാലും മതിയാവില്ല. പക്ഷേ നമുക്ക് വീഡിയോയിൽ എടുക്കാവുന്നതിന് ഒരു മാക്സിമം ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പതുക്കെ വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേ.